വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു, വളരെ സന്തോഷം. എന്താ ചെയ്യണേ? ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് വന്നിട്ടുള്ളത്? നമ്മുടെ ജോൺ ബ്രിട്ടൻ സാറിനെ വേദിയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് രാഷ്ട്രീയ പ്രഗത്ഭന്മാരെ ഇന്റർവ്യൂ ചെയ്യാം. ഓക്കെ, ആ ശരി ശരി. അപ്പൊ ജോൺ ബ്രിട്ടാസ് സാറിന്റെ ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനിടയിൽ അവരുടെ സ്നേഹം, അവർ പറയുന്ന അഭിപ്രായം ഏത് സിനിമയാണെങ്കിൽ അത് സ്പോട്ടായിട്ട് വരികയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. കളകളം ഒഴുകുന്ന പൂക്കളും അരുവികളും കുഞ്ഞുക്കുരുവികളും വിരുന്നിന് വന്ന മന്ദാരക്കാറ്റിൽ പറന്നുല്ലസിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാഞ്ഞിട്ടും സന്തോഷം മാത്രം കാത്തിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ ഒരു രാഷ്ട്രീയ അവലോകന ചോദ്യത്തിന്റെ പരിപാടി. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിനോടാണ്. എന്താണ് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്നേഹം അല്ലെങ്കിൽ പ്രണയം, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ മുഹൂർത്തം ഏതാണ്? അതിപ്പോ ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തില് ഇങ്ങനെ എല്ലാ നിമിഷവും നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ സ്നേഹം എന്ന് പറയുന്ന ഒരു ആ വ്യക്തിയോട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇവിടെ എനിക്ക് മറക്കാൻ പറ്റാത്തത് ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുരളി അഭിനയിച്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. മോൾ അച്ഛനെ സ്നേഹിക്കണ്ട, അനുസരിക്കണ്ട. ഒരു കാര്യം മാത്രം എൻ്റെ മോള് വിശ്വസിക്കണം. ഒരിക്കലും മോൾ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാരണം കൊണ്ടാവും മോൾക്ക് അമ്മയിലുണ്ടായത്. നിനക്കിഷ്ടമില്ലെങ്കിൽ നിന്റെ സൗര്യം കെടുത്താൻ ഒരിക്കലും അച്ഛൻ വരികയില്ല. എൻ്റെ മോളുടെ എല്ലാ നന്മയും എല്ലാ ഭാഗ്യവും ദൂരെ മാറി നിന്ന് അച്ഛൻ നോക്കി കണ്ടോളാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടാണ്. എന്താണ് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ ഒരു സിനിമാ മുഹൂർത്തം ഏതാണെന്ന് പറയാവോ? എനിക്ക് മനസ്സിലായത്, ഒരു വശത്ത് കടലി, മറ്റൊരു വശത്ത് തന്നോളം സ്നേഹിക്കുന്ന ചന്ദ്രി, നടുക്ക് പൊന്നോളം സ്നേഹിക്കുന്ന തൻ്റെ മകള്, ഇതിനിടയിൽ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ അച്ചൂട്ടി. എങ്ങനെ അറിയാതിരിക്കും? എനിക്ക് മിണ്ടാനും പറയാനൊന്നുമില്ല. മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ? പറഞ്ഞാൽ മറക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയുന്നത്? ചന്ദ്രി സുഖമായിട്ടിരിക്കുന്ന മനസ്സിലുണ്ട്. സുഖമായിട്ടിരിക്കണം. ദിവാകരം മുടുക്കനാണ്, ചേരണ പ്രായമാണ്. കരയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കില്ല. ഞാൻ പോയി. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറിനോടാണ്. എന്താണ് താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ മുഹൂർത്തം? അതായത് ഞാൻ ചെറുപ്പം മുതലേ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ഈ കഴിഞ്ഞ ദിവസം ഒരു 10, 38, 48, 58 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരിക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. മാത്രമല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഗുരു എന്ന് പറയുന്ന മഹത്തായ ഒരു വചനമുണ്ട്. ആ മഹത്തായ വചനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഭാവി ഇനി അങ്ങോട്ട് സുന്ദരമാവട്ടെ, സോമസുന്ദരമാവട്ടെ. 28 വർഷം, 28 വർഷത്തെ എൻ്റെ കാത്തിരിപ്പ് ഞാനൊന്നും കളഞ്ഞിട്ടില്ല. എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അൽഫോസ് കണ്ണന്താനം സാറിനോടാണ്. എന്താണ് താങ്കളുടെ മനസ്സിൽ നിൽക്കുന്ന ആ സിനിമ പ്രണയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഏതാ, പറയൂ. പ്രണയം എന്ന് പറയുന്നത് അത് ഇപ്പോൾ വാലൻസ് ഡേ എന്ന് ഞാൻ കണ്ടിരുന്നു. അത് ഒരു ദിവസം കൊണ്ട് ഓർക്കേണ്ട ഒരു സംഭവമല്ല. മാത്രമല്ല ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളതാണ്. പക്ഷെ സത്യം എന്നൊരു സാധനമുണ്ട്, സ്ത്രീധനം. അത് മുഖ്യമായൊരു വിഷയമാണ്. അതിനെപ്പറ്റി നല്ലൊരു സന്ദേശമാണ് ഒരു സിനിമയിൽ അഭിനയത്തിൻ്റെ ബഹുമുഖ പ്രതിഭ കാണിച്ചു തന്നത്. കൈനിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിൻ്റെ ബില്ലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. ഞാനീ വീട്ടിലെ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചു. ആരുമല്ല, ഒരു വഴിപോക്കണമെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ.
വിശന്ന് വലഞ്ഞ് കയറി വന്ന് എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായി പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് വരും. നന്മയുള്ള എല്ലാ സ്ത്രീ സമൂഹത്തിനും അതുപോലെ തന്നെ അവരെ ശരിക്കും ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട്. സൂപ്പർ വരുന്ന ആ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ഒരു കംപ്ലീഷൻ, ആ ഒരു സ്ക്രിപ്റ്റ് റിയലി നൈസ്. നമുക്ക് തുടങ്ങാം. നാദിക എങ്ങനെ ഉണ്ടായിരുന്നു? വിജയകുമാർ, താങ്ക് യു സർ. ഒരു പുതുമയുണ്ടായിരുന്നു, താങ്ക് യു. അവതരണത്തിൽ ഒരു പുതുമയുണ്ടായിരുന്നു. താങ്ക് യു സർ. സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയക്കാരുടെയും സിനിമാ താരങ്ങളുടെയും ശബ്ദം അനുകരിക്കുന്നു, അത് സ്പോട്ട് ഡബ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതരത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു കണക്ഷൻസ് ചെയ്ത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻസിന് അതിന് നല്ല രസമുണ്ടായിരുന്നു, ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽ ഏറ്റവും എടുത്തു പറയും, എല്ലാം നന്നായിരുന്നു, പക്ഷേ ഏറ്റവും എടുത്തു പറയുന്നത് നമ്മുടെ തോമസ് ഐസക് സാറിന്റെ ശബ്ദവും CM-ന്റെ ശബ്ദമായിരുന്നു. താങ്ക് യു നാദിക. ജോണി സാർ എങ്ങനെ ഉണ്ടായിരുന്നു? വിജയകുമാർ എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ല ബേസ് ഉള്ള വോയിസുകളാണ്. അത് മുഹൂർത്തങ്ങളാണെങ്കിലും നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും മറക്കാത്ത ക്ലാസിക്കുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് കാര്യമ്പിന്റെ ഇതുണ്ടെന്ന് തോന്നില്ലേ, ബോഡി ബേസും മൊത്തത്തിലേ അങ്ങനെയുള്ളവരാ ഇഷ്ടം. പടം സെലക്ട് ചെയ്തതിന്, പിന്നെ ലെജൻസിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന്, പിന്നെ ഈ പറയുന്ന അവതരണത്തിലെ പുതുമ നന്നായിരുന്നു. വിജയകുമാറെ, ഓൾ ദി ബെസ്റ്റ്. വിജയകുമാറെ, നല്ല ആശയമായിരുന്നു, നല്ല അവതരണമായിരുന്നു. കാരണം നമ്മളൊരു 5-6 പേരെ അനുകരിക്കാനായിട്ട് വെറുതെ നിന്ന് അനുകരിക്കാം, അല്ലെങ്കിൽ ഒരു ആശയം ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കാം. അപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത ആശയം നല്ലതായിരുന്നു. പിന്നെ വിജയകുമാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ഒരുപാട് സ്റ്റാർ ഇനിയും ചെയ്യുവാൻ അറിയാവുന്നതാണ്. സുകുമാരനൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിരുന്ന വെച്ചാണ്. സ്പീഡ് ഇത്തിരി കൂടുതലായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ മാറ്റി പിടിക്കണം കേട്ടാ. കുറെ നാൾക്ക് ശേഷം ഒരു സ്റ്റേജിൽ വരുന്നതിന്റെയാണോ അതോ ഇവര് 3 പേരും ഇരിക്കുന്നതിന്റെയാണോ? കുറച്ച് നാളത്തേക്ക് ശേഷം സ്റ്റേജിൽ വരുന്നത് ഒരു ടെൻഷനാണ്. ഇതൊക്കെ മാറും. പക്ഷെ സൂപ്പർ ആയിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ മിമിക്രി ലെജൻസിന്റെ എല്ലാവരുടെയും നമ്മുടെ ബഹുമാനപ്പെട്ട മാസ്റ്റേഴ്സിന്റെ എല്ലാവരും കൂടി പ്രോഗ്രാം അവതരിപ്പിച്ചതിൽ കിട്ടിയ അവസരം അത് വളരെ ഈശ്വരാനുഗ്രഹമായി കരുതുന്നു.